വളരെയധികം ആവേശത്തിലാണ് കുട്ടികൾ മാത്രമല്ല അധ്യാപകരും പാരൻസും എല്ലാം ആവേശത്തിൽ തന്നെയാണ്. ഒരു പുതിയ അധ്യയന വർഷത്തെ അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം ഒരു പുതുയുഗം എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു പുതുയുഗത്തിൽ പുതിയ അധ്യയന വർഷം, പുതിയ അക്ഷരങ്ങൾ, പുതിയ അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിന് എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഒരു ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും മൂഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്ര മനോഹരമായി തന്നെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഓരോ കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ചെറു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് അവരെല്ലാം കാണുന്നത്. കാരണം ഈ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒത്തിരി കഥകൾ അവർക്ക് പറയാനുണ്ട്, ഒത്തിരി കൂട്ടുകാരുമായിട്ട് തങ്ങളുടെ വിശേഷങ്ങൾ മറ്റുള്ളവരോട് പറയാനുണ്ട്. അതിൻ്റെ എല്ലാം എക്സൈറ്റ്മെൻറ്റിലാണ്. 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ കൂടി തന്നെ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ഗ്രീഷ്മ, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അല്ലെങ്കിൽ ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ CM ഇവിടെ എത്തും, ഉദ്ഘാടനം നടക്കും. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവധിക്ക് ശേഷം വന്നിരിക്കുകയാണ്. എന്താ പേരെന്താ? മേഘ. മേഘ ഇനി എത്രാം ക്ലാസ്സിലോട്ടാ? ഇനി 9. ഇനി 9ാം ക്ലാസ്സിലോട്ട്. ഓക്കെ. ഇപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാൻ കാണുമല്ലോ. എല്ലാം ഉറപ്പായിട്ടും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇനി 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. ടീച്ചർമാരൊക്കെ കണ്ടോ? കണ്ടു. ഇനി എത്രാം ക്ലാസ്സിലോട്ടാ? 9th. ഇനി 9ാം ക്ലാസ്സിലോട്ടാണ്. ഓക്കെ. അപ്പോൾ പുതിയ പാഠങ്ങളാണ്, പുതിയ അനുഭവങ്ങൾക്ക് ഇനി തുടക്കം കുറിക്കുകയാണ്. ഇനി 9ഉം 10ഉം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും സീരിയസോടുകൂടി കാണേണ്ട നിമിഷങ്ങളാണ്. അപ്പം എല്ലാം സജീവമായി, അല്ലെങ്കിൽ ഇനി എല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തി. ഇനി പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? ആണ്. അനു എത്രാം ക്ലാസ്സിലാ? 9ൽ. എല്ലാവരും 9 തന്നെയാണോ? ഓക്കെ. ടീച്ചേഴ്സിനെയൊക്കെ കണ്ടോ? ഓക്കെ. ഹാപ്പിയാണോ? ചിത്രത്തായി ഈ 2 മാസം എന്താ ചെയ്തേ? വീട്ടിൽ ചുമ്മായിരുന്നോ? കളിക്കാനൊന്നും പോയില്ല? എൻജോയ് ചെയ്യാനൊന്നും പോയില്ല? വെളിയിലൊക്കെ പോയി. ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പോയോ? ഓക്കെ. ഹാപ്പിയാണോ? ഓക്കെ. ഇനി ഹാപ്പിയാണോ? എല്ലാം ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെയും ടീച്ചർമാരെയും ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തൊക്കെ ഇനി ടീച്ചർമാരൊക്കെ കണ്ട് സംസാരിച്ചു. ഓക്കെ. ഈ ഒരു 2 മാസത്തെ ഇടവേളയിൽ എവിടെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോയോ? അതോ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമല്ലോ നമ്മൾ, പോയായിരുന്നോ? ഓക്കെ. ഹാപ്പിയാണോ? വിഷമമുണ്ടോ? ഈ 2 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ വിഷമം ഇല്ല? ഹാപ്പിയാണ്. ആൻമരിയ ഇപ്പം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം പേടിയുണ്ടോ? 9ാം ക്ലാസ്സിലാ? ഇല്ല. എല്ലാം കൂളായിട്ട് കൊണ്ടുപോവാണ്. എല്ലാ തയ്യാറെടുപ്പും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ അദീന. എങ്ങനെയുണ്ട്? ഈ 2 മാസം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അടിച്ചു പൊളിച്ചോ? കൂട്ടുകാരൊക്കെ ആയിട്ട് ട്രിപ്പിനൊക്കെ പോയോ? പോയി. ഹാപ്പിയാണ്. എന്താ പേര്? നന്ദിത. 9ാം ക്ലാസ്സിലാണ്. ഓക്കെ. എന്താണ് തോന്നിയത് ഇപ്പൊ ഇത്രയും ദിവസത്തിന് ശേഷം സ്കൂളിലോട്ട് വരുവാ? സന്തോഷമുണ്ട്. ശ്രീലക്ഷ്മി എങ്ങനെയുണ്ടോ? ഇവിടെ വന്ന് കണ്ടപ്പോൾ ചെറിയൊരു വിഷമമുണ്ടോ? സ്കൂളിലോട്ട് പെട്ടെന്ന് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലോട്ട് വരുവാ? ഇല്ല. എല്ലാവരുടെയും മുഖത്ത് ഒരു നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഈ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും 2 മാസത്തെ അല്ലെങ്കിൽ ഇത്രയും ദിവസം വീട്ടിലിരുന്നതിൻ്റെ യാതൊരു തരത്തിലുമുള്ള ദുഃഖങ്ങളോ ഒന്നുമില്ല. ഏറെ പ്രതീക്ഷയോടുകൂടി പുതിയ അറിവിനെ, അല്ലെങ്കിൽ പുതിയ അധ്യാപകരെ, അല്ലെങ്കിൽ പുതിയ അന്തരീക്ഷത്തെ ഉൾക്കൊള്ളാനായിട്ട് അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും അതിമനോഹരമായിട്ടുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രമേൽ നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വരുന്ന ഏതൊരാൾക്കാണെങ്കിലും ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇവിടുത്തെ അന്തരീക്ഷം. തികച്ചും വർണ്ണാഭമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ടീച്ചറെ, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമാണ്. ഈ 2 മാസത്തിന് ശേഷം സ്വന്തം കുട്ടികളെ കാണാൻ പോവുകയാണ്. അവർക്ക് പറയാൻ കാണും. ടീച്ചർ എന്താണ് പറയാനുള്ളത്? ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഈ നിമിഷം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം 10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷവും ത്രില്ലും ഒക്കെ ഉണ്ട്. ഓക്കെ. ഒരു പുതിയ യുഗം, അല്ലെങ്കിൽ പുതിയൊരു ചുവടുവെപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? 4 മന്ത്രിമാരൊക്കെ നമ്മുടെ സ്കൂൾ സന്ദർശിക്കുക, നമ്മുടെ മിടുക്കരായ കുട്ടികളെ അതായത് പുറം ലോകം കാണുകയാണെന്ന്. ഇവിടത്തുള്ള എല്ലാ സംവിധാനങ്ങളും സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു കല്യാണ മൂടാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു കല്യാണത്തിന്റെ ഒരുക്കത്തിലാണെന്ന രീതിയിലാണ്. ഇന്നലെ രാത്രി വൈകി വരെ ഇവിടെ ഇതിന്റെ ഒരുക്കങ്ങളാണ്. എല്ലാവരും ഹാപ്പിയാണ്. പഠിപ്പിക്കാനുള്ള ഒരു എന്തുകൊണ്ടും സന്തോഷത്തിലാണ്. ഓക്കെ.
ടീച്ചർ പറയുന്നത് എന്തുകൊണ്ടും ഞങ്ങൾ സന്തോഷത്തിലാണ്, ഞങ്ങളെ കുട്ടികളെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ ഒരു 2 മാസം തങ്ങളുടെ കുട്ടികൾ കാണാതിരുന്നതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ അവരുടെ മുഖത്തുണ്ട്. ഏതായാലും നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് അവരെല്ലാവരും. ഞങ്ങളുടെ കുട്ടികളെ 2 മാസം കൂടി കാണുകയാണ്. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കണ്ടാൽ മതി എന്നൊരു ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മോൻ്റെ പേരെന്താ? ആരോൺ. ആരോൺ ആദ്യമായിട്ടാണോ സ്കൂളിൽ വരുന്നേ? ആരോൺ ഹാപ്പിയാണോ? കൂട്ടുകാരൊക്കെ കിട്ടിയോ കൊച്ചിന്? കൂട്ടുകാരൊക്കെ കിട്ടി, ഹാപ്പിയാണ്. അവരുടെ പേരെന്താ? ആദ്യമായിട്ട് സ്കൂളിൽ വന്ന ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? കൂട്ടുകാരൊക്കെ കാണിച്ചോ? ഒക്കെ സന്തോഷമാണോ? സങ്കടമുണ്ടോ? ഇല്ല. അമ്മയുടെ വീട്ടിൽ നിന്ന് പോകുന്നതിൽ സങ്കടമൊന്നുമില്ല, ഹാപ്പിയാണ്. മോന്റെ പേരെന്താ? അനുരാഗ്. തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നേ കൊള്ളാലോ, ഭംഗിയുണ്ടല്ലോ. ആര് തന്ന ഈ തൊപ്പി? ആരാ ഈ തൊപ്പി? ടീച്ചറാണോ തന്നെ? ടീച്ചർ സമ്മാനമായിട്ട് തന്നാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? സന്തോഷമായോ സ്കൂളിൽ വന്നതില്? സന്തോഷമായിട്ട് നാണമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. മോന്റെ പേരെന്താ? നിരഞ്ജൻ. ഓക്കെ, നിരഞ്ജന്റെ തൊപ്പിയൊക്കെ നല്ല ഭംഗിയുള്ള തൊപ്പിയാണ് കേട്ടോ. ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോ? പുതിയ യൂണിഫോം ഒക്കെ ആണോ? ഓക്കെ. കൂട്ടുകാരൊക്കെ കിട്ടിയോ കൊച്ചിന്? സന്തോഷാണോ? സങ്കടം ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് പോന്നപ്പോ? സങ്കടം ഉണ്ടായിരുന്നോ? ഇപ്പൊ വന്നപ്പോ മാറിയോ കൂട്ടുകാരൊക്കെ കണ്ടപ്പോ? ഹാപ്പിയാണ്. ഹായ്, എന്തോ പേര്? നിഖില. നിഖില പുതിയ സ്കൂളിലോട്ട് വന്നിരിക്കുക. പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയോ? പുതിയ കുപ്പിയാണോ കൈയിരിക്കുന്നേ? എന്നെ ഒന്ന് കാണിക്കോ? ഇത് മിഖിലയുടെ പുതിയ കുപ്പിയാണ്. ഏതായാലും മിഖിലയ്ക്ക് സങ്കടം ഉണ്ടോ? വീട്ടിൽ നിന്ന് അമ്മേനെ അച്ഛനെയൊക്കെ വിട്ടിട്ട് ഇവിടെ പെട്ടെന്ന് സ്കൂളിൽ വന്നപ്പോൾ സങ്കടം ഉണ്ടോ? സന്തോഷമാണ്. സന്തോഷമാണ്. കുഞ്ഞു കുരുന്നുകളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഹായ്, എന്തോ പേര്? കാർത്തിക. കാർത്തിക ആദ്യമായിട്ട് സ്കൂളിൽ വരികയല്ലേ? സ്കൂളിൽ വന്നപ്പോൾ സങ്കടം ഉണ്ടോ അത് സന്തോഷമായിരുന്നോ? സങ്കടം. എന്തിനാ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടണ്ട കേട്ടോ. കൂട്ടുകാരൊക്കെ കിട്ടുമ്പോൾ സങ്കടമൊക്കെ മാറുവേ. ടീച്ചർമാരെ ലഡ്ഡു ഒക്കെ തരും ഇപ്പം, അപ്പോൾ സങ്കടമൊക്കെ മാറും. ഓക്കെ. ഹായ്, അവരുടെ പേരെന്താ? ഓ, കൂട്ടുകാരൊക്കെ കിട്ടിയോ കൊച്ചിന്? ഹാപ്പിയാണ്, സന്തോഷമാണ്. ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. സങ്കടം ഉണ്ടോ? വന്നതില്ല. സങ്കടപ്പെടണ്ട. ഇപ്പൊ കൂട്ടുകാരൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സങ്കടമൊക്കെ മാറുവേ. പുതിയ ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചോ? ഓക്കെ. കൂട്ടുകാരൊക്കെ കിട്ടിയ ഒരു സങ്കടത്തിലും സന്തോഷത്തിലുമാണ് കുട്ടികളെല്ലാവരും. ടീച്ചർമാരെല്ലാം കുരുന്നുകളെ ശ്രദ്ധിക്കുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെ ഇത്രയും ദിവസം അല്ലെങ്കിൽ നവാഗതരായി എത്തുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമുള്ള നിമിഷങ്ങളായിരുന്നു. പെട്ടെന്ന് അവരെല്ലാം വിട്ട് ഇച്ചിരി സ്കൂളിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിൽ ദുഃഖം കാണും. ചെറിയ മധുരമായ വേദന എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതുപോലെയാണ്. മധുരമായൊരു വേദനയാണ് ഈ കുഞ്ഞു മക്കളെ കാണുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ മുഖത്ത് സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലർക്ക് സന്തോഷമുണ്ട്, ചിലർക്ക് ദുഃഖമുണ്ട്. ഏതായാലും എല്ലാവരും ഹാപ്പിയാണ് ഈ ഒരു സ്കൂളിൽ വന്നതിൽ, അല്ലെങ്കിൽ ആദ്യ അക്ഷരം കുറിക്കാൻ വന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളെല്ലാം പറയുന്നത്.